ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലോഗോ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് സിമ്പിളാണ്. അതൊരു വ്യക്തിയെ ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഓർഗനൈസേഷനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ആവാം, അല്ലെങ്കിൽ റൈറ്റിങ്സ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ അല്ലെങ്കിൽ റൈറ്റിങ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം, ന്യൂ സെലക്ട് ചെയ്യാം. ഇവിടെ കസ്റ്റം സൈസിലാണ് ചെയ്യുന്നത്. 5x5 സൈസാണ്, റെസൊല്യൂഷൻ 300. പ്രിൻ്റ് എടുക്കുന്നതാണെങ്കിൽ CMYK കളർ മോഡ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻറ്റ്. സാധാരണ നമ്മൾ ഇതുവരെ ഉള്ളതൊക്കെ ചെയ്തത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇവിടെ ലോഗോ എന്ന സാധനം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾക്ക് ലോഗോ മാത്രമേ വരുള്ളൂ, ബാക്കിയുള്ള ഏരിയ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസ്പാരൻറ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ കൊടുക്കാം. ഇവിടെ ഒരു സാമ്പിൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു എൽ ഷേപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളുടെ പുതിയ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ റിബൺ ആക്റ്റീവായി കാണാൻ പറ്റും. ഷേപ്പിലാണുള്ളത്. ഫില്ല് ആക്റ്റീവ് അല്ല, സ്ട്രോക്ക് ആക്റ്റീവാണ്. ഇത് നമുക്ക് വരച്ചു തുടങ്ങാം. നല്ല തിക്കായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും കട്ടിയൊന്നും നമ്മളുടെ സാമ്പിളിനില്ല. നമുക്കിതിൻ്റെ തിക്നെസ് കുറച്ചുകൊണ്ട് വരാം. നമ്മളിപ്പോൾ ഇവിടെ എൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കാം. അതായത് ഇപ്പം ഏതെങ്കിലും ഏരിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഇപ്പോൾ എൽ ഷേപ്പിൻ്റെ അടിയിലുള്ള ട്രയാങ്കിൾ എൻ്റെത് കുറച്ച് നീണ്ട ട്രയാങ്കിളാണുള്ളത്. അപ്പം ഞാൻ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പൊസിഷനിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും പോയിൻ്റൊക്കെ കൂട്ടാനും കുറക്കാനൊക്കെ ഇതുപോലെ നമുക്ക് നേരിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. എന്താണോ നമ്മളുടെ സാമ്പിൾ അതേപോലെയാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് സാമ്പിൾ പോലെയല്ല, നമ്മളുടെ കയ്യിൽ മാറ്റം വരുത്താൻ, അതെങ്ങനെ മാറ്റം വരുത്തുക എന്നുള്ളത് നോക്കാം. പെൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്ട്രോക്ക് ചെയ്തപ്പം ഇപ്പോൾ എന്താ പറയുക, സിംഗിൾ ലൈനാണുള്ളത്. അത് ഡാഷ് ലൈനോ ഡോട്ടഡ് ലൈനോ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ടൂൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നതാണ് ഈ കാര്യങ്ങളൊക്കെ, എന്നാൽ ഒന്നും കൂടി പറയാണ്. അതായത് ഇപ്പം അലൈൻമെൻറ്റ് ഉള്ളത് ഇന്നറാണുള്ളത്, അത് നമുക്ക് ഔട്ടറായി കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ എൽ ഷേപ്പിൻ്റെ എഡ്ജ് വന്നിട്ട് അത് കട്ടിങ് ഉള്ളത് നമുക്ക് കേവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ക്യാപ്പ് കേവായി വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താം. അതേപോലെ തന്നെ നമ്മളുടെ ഈ എൽ ഷേപ്പിൻ്റെ ഈ ഒരു പോയിൻ്റ് കേവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കോർണേഴ്സിൽ ചേഞ്ചസ് വരുത്താം. കോർണറിൽ ചേഞ്ച് വന്നു, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ലോഗോയിൽ, അതായത് ഇപ്പോൾ എൽ ഷേപ്പ് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഷേപ്പാണെങ്കിൽ അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസ് ഹെൽപ്പ് ചെയ്യും. അതിൽ ഇപ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇതിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതും ഡോട്ടഡ് ലൈൻസ് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും. ആണെങ്കിലോ ഓക്കെ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡോട്ടഡ് ലൈൻസ് വെച്ച് ചെയ്യാനല്ല, ഈ എൽ ഷേപ്പ് വരച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സും ഇതേ രീതിയിൽ വരക്കാം. അപ്പോൾ ഇതിപ്പം ഷേപ്പിലാണുള്ളത്. സ്റ്റെപ്പ് ബാക്ക് അടിക്കുകയാണ്. ഷേപ്പിലാണുള്ളത്, അതിന് നമ്മൾ റാസ്റ്ററൈസ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ ചെയ്യുക. ഇനിയല്ല നമുക്കിതിൽ കളറിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാമ്പിളിൻ്റെ അതേ കളറല്ല, ഞാൻ കളറിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ കളറിൽ മാറ്റം വരുത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പോയിന്റിൽ ഞാൻ മാറ്റം വരുത്തിയെടുത്തു, കളറിൽ മാറ്റം വരുത്തിയെടുത്തു. ഇനി എല്ലാ ചേഞ്ചസും വരുത്തിയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡിൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബക്കറ്റ് എടുത്ത്, നമുക്ക് ഇതിൻ്റെ ഇന്നറിൽ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബക്കറ്റ് എടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് എൽ ഷേപ്പ് ഇതുപോലെ SMN ഏത് നിങ്ങളുടെ പേരിന് അനുസരിച്ചിട്ടുള്ള ഏത് ലോഗോസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മലബാർ ഗോൾഡിൻ്റെ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് കാണുന്നത് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരാളും ഓരോ ടൂളിലാണ് ചെയ്യുക. ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യം
നമ്മുടെ ഷേപ്സിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ, അത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇവിടെ കളർ കാണുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ മലബാർ ഗോൾഡിൽ ഏത് കളറാണോ യൂസ് ചെയ്ത് അതേ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഇത് സെലക്ട് ചെയ്യാം. അവിടെ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ആ കളർ സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോർഗ്രൗണ്ടിൽ ഇപ്പം അതിലുപയോഗിച്ച് അതേ കളർ തന്നെ നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഷേപ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇവിടെ ഷേപ്സ് വരച്ച സമയത്ത് സ്ട്രോക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രോക്കിലത്തെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ എഡ്ജ് പോയിൻറ്റഡ് ആണുള്ളത്, നമുക്ക് റൗണ്ട് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ കണ്ട പോലെ തന്നെയാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു, കോർണേഴ്സ് റൗണ്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ റൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു, ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ അലൈൻമെൻറ്റിൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. അലൈൻമെൻറ്റിൽ ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് കാണാം അല്ലേ. ഇപ്പോൾ റെഡി ആയില്ലേ, റൗണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫില്ല് സെയിം കളർ തന്നെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. റാസ്റ്ററൈസ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ലെയർ ചെയ്ത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് സർക്കിളാണ് കാണുന്നത്. ഇത് നമുക്ക് എലിപ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ല ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഷേപ്സ് എലിപ്സ് ടൂൾ ഉപയോഗിച്ചും ചെയ്യാം. ഡ്രാഗ് ചെയ്യുന്നു, എലിപ്റ്റിക്കൽ ആയിരിക്കാം ഷേപ്പ്, സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇപ്പം ഓൾറെഡി വൈറ്റ് ആണ് സ്ട്രോക്കിലുള്ളത്, അതുകൊണ്ട് ആ വൈറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ തിക്നെസ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം, നമുക്ക് ആവശ്യമുള്ള കട്ടിയിലേക്ക് അത് കുറച്ച് കൊണ്ടുവരാം. അതേപോലെ അതിൻ്റെ പൊസിഷൻ ഒരു സൈഡിലാണുള്ളത്, അത് നമുക്ക് കറക്റ്റ് സെൻറ്ററിലാക്കി കൊണ്ടുവരാം. ഓക്കെ, കട്ടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ തിക്നെസ്സിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ എം എന്ന എംബ്ലമാണ് അല്ലേ. അപ്പോൾ ഈ എം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ റൂളേഴ്സ് ഇവിടെ ആക്റ്റീവാണ്. റൂളേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂവിൽ പോയി റൂളേഴ്സ് ആക്റ്റീവ് ആക്കാം. ഓക്കെ, ഇനി റൂളേഴ്സിൽ നമുക്കിതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മളുടെ എം എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ടി നമുക്ക് കൃത്യമായിട്ട് അളവുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സൈസ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. പെൻ ടൂൾ എടുക്കുന്നു, പെൻ ടൂൾ ഉപയോഗിച്ച് എം നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെയുള്ള കളറ് ബ്ലാക്കാണ്, അത് മാറ്റി വൈറ്റ് ആക്കാം. അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ കട്ടി കുറച്ച് കൊണ്ടുവരിക. നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പോൾ സെൻറ്റർ മാറി ഞാനൊരു ലൈനും കൂടി വരച്ചിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു അത്. ഇവിടെ നമ്മൾ ഫില്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷേപ്പ് ഔട്ട് ഉണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ടുണ്ട്. ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എൻ്റർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള തിക്നെസ്സിൽ ചേഞ്ചസ് വേണേൽ വരുത്താം. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫ്രീ ട്രാൻസ്ഫോം പാത്ത് സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ചെയ്യാം. ഏകദേശം ഇതേ പൊസിഷനിൽ തന്നെ ഈ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാം. എൻ്റർ ചെയ്യാം. റാസ്റ്ററൈസ്. അപ്പോൾ നമുക്ക് ഇനി സെൻറ്ററിലായിട്ടൊരു വൈറ്റ് സർക്കിൾ വേണം. അത് നമുക്ക് ഈ ഷേപ്പ് എലിപ്റ്റിക്കൽ തന്നെ സെലക്ട് ചെയ്യാം. എലിപ്സ് ടൂൾ എടുക്കാം, സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം,
ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. നമുക്കത് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ മലബാർ ഗോൾഡിൻ്റെ ലോഗോ ആണ് ഇപ്പോൾ നമ്മൾ അവസാനമായി നോക്കിയത്.